ഒന്ന് സുഖേട്ടാ, ക്ലബിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് മൊബൈൽ യുഗ, ഈ വിരൽത്തുമ്പിലെ ലോകം, അറിയോ? ശരിയാ, ഒറ്റ വിരൽത്തുമ്പിലായി നമ്മളെല്ലാം. തോട്ടം എന്താ പുതിയ പരിപാടി? പുതിയതല്ല, പഴയതാ. നമ്മുടെ വൈശാലി ക്ലബിന്റെ പൊതുയോഗം വരുന്ന ഞായറാഴ്ച. രാമേട്ടാ, രാമേട്ടാ, ക്ലബിന്റെ പൊതുയോഗ ഞായറാഴ്ച രാവിലെ 10:30 വരണം. ക്ലബിന്റെ പൊതുവെ വെക്കുന്നത് രാമേട്ടൻ എന്തിനാ അറിയണേ? ക്ലബിന്റെ കാര്യം ഓർക്കുമ്പോഴാ നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഞാൻ എന്ത് പാവമാടാ, പക്ഷെ അവള് ദുഷ്ട. ശ്രീദേവി ചേച്ചിയാ? പോക്കോ, ശ്രീദേവിയല്ല, അവള് മൂദേവി. ഒരാഴ്ചയായിട്ട് ഞാൻ പറയുന്നു എനിക്ക് കുറച്ച് കാമലാരി മേടിക്കാൻ കാശ് തരാൻ, എന്റെ കർളം പൂർത്തിയാക്കാൻ. അവള് തരൂല. തോട്ടം പോസ്റ്റ് പോസ്റ്റ് നിനക്ക് പൂച്ചിക്കടാ ഗോധ. നീ വന്നാടാ. ഞാനാ? നീ തരവിന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. വാ തോട്ടം. എടാ, അവിടെ ഒന്ന് നിർത്തിക്കേ. ഓർക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ? തോട്ടം എന്നെയല്ലേ മറന്നേ? മോള, നമ്മുടെ വൈശാലി ക്ലബ്ബ് പുനഃസംഘടിപ്പിക്കുക. കൂടെ നിൽക്കണം. വീട്ടിലെ പുസ്തകങ്ങളെല്ലാം ക്ലബിലേക്ക് കൊടുത്തു വിടണം. തോട്ടം ഇതിനാണോ തിരിച്ചു വന്നേ? എന്താ തോട്ടം ഇപ്പോഴും ഇങ്ങനെ? ഒരു കല്യാണമൊക്കെ കഴിച്ചൂടെ? ഇനിയോ? എന്തേ? ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിൽ കോംപ്രമൈസ് ചെയ്യാൻ ആളുകളുണ്ടാവും. ഞാൻ ആ ഗണത്തിൽപ്പെടില്ല. ഒരു ദുഃഖവുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കിത് മതി. ശരിയും തെറ്റിന്റെ ഇടയിലുള്ള ഈ ജീവിതം. ആ രഘു, KSEB മലപ്പുറത്ത്. തോട്ടം തോപ്പിക്കാൻ നോക്കുവാണല്ലേ? ആര്? എന്തിന്? ഏയ്, എന്താ അങ്ങനെ തോന്നിയോ? ഞാൻ പോകുക. വണ്ടി ഇറ. എന്തേനു? വണ്ടി ഇറ. ആ മൊബൈലിന് അല്പം റെസ്റ്റ് കൊടുത്ത് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റി ഒന്ന് വാ. ഈ നാടിന്റെ പൊതു പ്രസ്ഥാനമല്ലേ അത്? ദിസ് ഈസ് മൈ ലൈഫ്. എന്റെ പൊന്നു മോനെ, നമുക്ക് അവിടെ കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാനോ? എന്നോടോ? എന്റെ പട്ടി പഠിക്കും. വല്ലപ്പോഴും ഹൗസ് പെയിന്റിങ്ങിന് പോയി 10 കാശ് കൈ വന്ന് പിന്നെ വീട്ടുകാരെ പഠിക്കുന്നുള്ള പറച്ചിൽ നിന്നു. ഇനിയിപ്പോ വീണ്ടും പ്രതീക്ഷകളും ദുരന്തങ്ങളുമായി വന്നേക്കുന്നു. ഇറ്റ്സ് ടു മച്ച് ആൻഡ് ഇറ്റ്സ് ഇംപോസിബിൾ. അല്ല തമ്പി, ഈ കമ്മിറ്റിക്ക് വന്ന ഒരു 10 കുത്താൻ മാർഗമുണ്ടോ? ചെറുതാണല്ലോ മതി. നീ വലിയ തോൽവിയാണോടെ. കമ്മിറ്റിക്ക് ഒരു ഗുമ്മ വേണ്ടേ? വാ തോട്ടം, ഇവന്മാരും അല്ല സമ്പൂർണ്ണ പഞ്ചായത്തിലും പോയി കാട്ടെ. ആ സേതുക്ക, എന്നാണ് വിശേഷം? എന്നാ ഒന്ന് തൊപ്പി വെച്ച് കാണാൻ വരണേ? എന്താടാ കാര്യങ്ങളൊക്കെ? ഫിസിക്കലൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ചിൽ തന്നെ ട്രെയിനിങ് പോകാൻ പറ്റുമായിരിക്കും. എന്നാ പരിപാടി? ഞായറാഴ്ച നമ്മുടെ ക്ലബിന്റെ പൊതുയോഗ. എപ്പോഴാ? രാവിലെ 10:30. രാവിലെ ഇച്ചിരി പരിപാടി ഉണ്ട്, ഞാൻ എത്തേക്കാം. ഇവന്മാരൊക്കെ വരുമോ? പോലീസേ, ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചുമ്മാ പറഞ്ഞാടാ, നിങ്ങളൊക്കെ സിംഗങ്ങളല്ലേ. ഇവൻ സിംഗം 1, ഇവൻ സിംഗം 2. നോക്കെ അപ്പൊ എല്ലാരും വരണട്ടോ. ഇങ്ങനെ വേറെ പണിയില്ലേ? അങ്ങനെ വിചാരം എപ്പോഴും പഴയ വൈശാലിക്കാലമാണ്. കൂടെ കൂട്ടി ആ തമ്പിയെ നശിപ്പിച്ചു. എങ്ങനെ ഇത് ഇറക്കണം? ക്ലബ്ബ് ഉണ്ടാ. തോട്ടം
കുറച്ച് പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ. ആ പിന്നെ എന്താ കാര്യങ്ങളൊക്കെ? എല്ലാരും വരുമോ? അല്ല, വരുന്നവർ വരട്ടെ. ഇനി ആരെയും പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. ആവശ്യക്കാർ വരട്ടെ. പിന്നെ എനിക്ക് നാളെ പൊതുയോഗത്തിന് വരാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ലോങ് ഓട്ടം ഉണ്ട്. ഉച്ചയാകുമ്പോൾ എന്നാണെങ്കിലും വരും. പോട്ടറാ. ചേട്ടോ ഇതെന്നെ മസില കേട്ടാ, മസിലേറി ചാവൂട്ടോ. എന്നെ മനെ പിള്ളേരൊക്കെ വരുമായിരിക്കും. നമ്മൾ ഇച്ചിരി നേരത്തെ അല്ലേ? ആളുകൾ എത്തും മുമ്പ് ഇതൊക്കെ റെഡിയാക്കണ്ടേ? അത് ശരിയാ, ഇതൊക്കെ മതിയോ? ഞാൻ രമേശിന്റെ കടയിൽ നിന്ന് ഇന്നലെ തന്നെ കുറച്ച് കസേര എടുത്തിട്ടുണ്ട്. അതുപോരെ? ധാരാളം, 2 ഓളോളം. ഇതെടുത്താ അതൊക്കെ കിട്ടട്ടെ. പിന്നെ എന്താടാ ഇത്? ഇതൊരു വെള്ളമുണ്ട. ഇതൊക്കെ പിന്നെ ഞാൻ സെറ്റ് ചെയ്തു. മേശയായിരിക്കും. ആരും കാണുന്നില്ലല്ലോ. വരും, എല്ലാരെയും അറിയിച്ചതല്ലേ? ഊർന്നു പോയി അറിയാണ്ട്. ആടാ ഊർന്നു പോവും. അവിടെ ഫെവിക്കോളൊന്നും വെച്ചല്ലോ. എടാ ഇന്നേലും അത് വേണ്ട. നിനക്കത് കയറ്റി വെക്കുമ്പോഴെങ്കിലും നിനക്കൊരു ഷഡ്ഡി ഇട്ടുകൂടായിരുന്നോ? യു വിത്തൗട്ട് മാൻ വെരി പൂർ. ചോ 10 കുത്താൻ വേണ്ടി കടം മേടിച്ച് കൊടുത്തു വിട്ടതാ. സാരമില്ല, പോട്ടെ. നിനക്കത് പറയാം, ഞാനല്ലേ പൈസ കൊടുത്തു വിട്ടത്. എനിക്കവനെ ഒറ്റയ്ക്ക് തല്ലണം. വേണ്ട, വാ. ഇതാണോ സുൽത്താന്റെ സാമ്രാജ്യം? ഇപ്പോഴെനിക്ക് ഡ്യൂട്ടി സമയമല്ല. തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല, ദേഹത്ത് കാക്കി കുപ്പായവുമില്ല. സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല. തലയിൽ തൊപ്പിയില്ല, ദേഹത്ത് യൂണിഫോമുമില്ല, സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല. നിനക്ക് ജഡിയുമില്ല. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഹൈപ്പിച്ച് പാടരുന്ന്. ഞാൻ പാടില്ല. അപ്പോ എങ്ങനെ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണടോ,
ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊയ്ത്തുപണിയാണടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊയ്ത്തുപണിയാണടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊയ്ത്തുപണിയാണടോ. കൊയ്ത്തു നീ പോക്കടാ, ഞാൻ ഇവിടെ ഇരുന്നു. വീട്ടിൽ കപ്പയിരിപ്പുണ്ട്, കുറച്ചെടുത്തോണ്ട് വരട്ടെ. വേണ്ടടാ. എടാ, നിങ്ങൾ ക്ലബിലെ പൊതുയോഗത്തിന് പോയില്ലേ? ഇല്ല ചായ. പൊതുയോഗം കഴിഞ്ഞ് എല്ലാവരും പോയി. എങ്ങനെ ഉണ്ടായിരുന്നു തോട്ടം? ഞാനിപ്പോഴാണ് വന്നേ. വഴിക്കുന്ന വിമാരം കിട്ടി. പിള്ളേരല്ലേ, ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. വരുന്ന കമ്മിറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ ഇമാർ പങ്കെടുക്കും. തോട്ടം 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 എടാ, വന്ന് പിടിക്കടാ. നന്ദു, ഇച്ചിരി വെള്ളം എടുക്കടാ. പിടിക്കടാ, എടുക്ക. ആരെങ്കിലും പോയി ഡോക്ടറെ വിളിച്ചോണ്ടുവാ. എല്ലാം മറക്കാൻ എന്നും കൊതിച്ചു ഞാൻ, മനസ്സിനെ വിസ്മൃതിയിൽ മൂടാൻ കൊതിച്ചു. എല്ലാം മറക്കാൻ എന്നും കൊതിച്ചു ഞാൻ, മനസ്സിനെ വിസ്മൃതിയിൽ മൂടാൻ കൊതിച്ചു. ആയിരം സ്വപ്നവും മോഹഭംഗങ്ങളും, ആയിരം സ്വപ്നവും മോഹഭംഗങ്ങളും മറക്കാൻ മറവിക്ക് മടിയായിരുന്നു. എല്ലാം മറക്കാൻ മറവിക്ക് മടിയായിരുന്നു. എല്ലാം മറക്കാൻ എന്നും കൊതിച്ചു ഞാൻ, മനസ്സിനെ വിസ്മൃതിയിൽ മൂടാൻ കൊതിച്ചു. ഇത് കേരളത്തിലെ ഓരോ യൂത്ത് ക്ലബ്ബുകളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും കഥയാണ്.
ഇവയെ നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട നമ്മൾ പുറംതിരിയുമ്പോൾ കാലത്തിൻ്റെ നിയോഗമായി മരണമില്ലാത്ത നന്മയുടെ ഭാണ്ഡവും പേറി ഇനിയും നമ്മളിലെ തോട്ടം മുരുകേശന്മാർ പുനർജനിക്കും 1000 സൂര്യപ്രഭയോടെ. മറക്കുകില്ല ഓർക്കുകില്ല രങ്ങൊഴിഞ്ഞിടും വരെ, മറക്കുകില്ല ഓർക്കുകില്ല രങ്ങൊഴിഞ്ഞിടും